ഇവൻറ്റിലെ ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ആളെ തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ അത് ഇവിടെ ഒരു ഫുൾ ടീം ഇറങ്ങി അടിക്കാൻ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ വോൾഫ് ചെറുതായിട്ടൊന്ന് വീണു. സാഷ് അതിൽ നോക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇവനെ പൊക്കിയിട്ടാവും ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവനങ്ങ് പൊക്കി. ഇതിൻ്റെ ഇടയിൽ കൂടെ AWM ജീനി 2 നോക്കും കൂടെ ഇട്ടു. അപ്പോൾ മൊത്തം 3 നോക്കായി. അപ്പോൾ പിന്നെ റൈറ്റ് ഫ്ലാങ്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്ലാങ്ക് ചെയ്തു. അതിൽ ഫിനിഷ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. എങ്ങനെയൊക്കെ 2-3 ബുള്ളറ്റ് കണക്റ്റായി. അതിൽ 1-2 ഫിനിഷ് ആവുകയും ചെയ്യുന്നുണ്ട്. മറ്റവൻ റീകോൾ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംശയത്തിൽ ഞാൻ റൈറ്റ് ഫ്ലാങ്ക് ചെയ്യാന്ന് വെച്ചപ്പോൾ അപ്പോൾ തന്നെ സാഷ് കയറി അവിടെ വീണു. അവനെ ഞെക്കുകയും ചെയ്തു. എനിക്ക് എന്ത് പറ്റിയെന്ന് ഒരു പിടിയുമില്ല. ഗണ്ണ് ഓപ്പൺ ചെയ്തു, ഇതാ വീഴുന്നു, ചാകുന്നു. പിന്നെയുള്ളത് നമ്മുടെ വോൾഫിയും ജീനിയാണേ. വോൾഫ് ഇതവിടെ കയറുമ്പോൾ തന്നെ വീഴുന്നുമുണ്ട്, ചാകുന്നുമുണ്ട്. ടീം വൈപ്പാവാതെ ഇരുന്നത് ഇവൻ ഇവിടെ ബാക്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവൻ റീകോൾ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് റിവഞ്ചിനുള്ള സമയമാണ്. എന്നെ അടിച്ച എന്താ അവൻ്റെ പേര് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് കണ്ടാലറിയാം. അവൻ ഇനി എന്തായാലും ഞാൻ അടിക്കും. അത് നോക്കിയപ്പോൾ അതാ വേറൊരു ടീം ഇവിടെ വന്നു. അതിന് നൈസായിട്ടൊരു നോക്കം കിട്ടും. എൻ്റെ ഫോക്കസ് ഫുള്ള് ഇവന്മാരിലല്ല, മറ്റേവനിലാണ്. ഞാൻ എന്തായാലും നമ്മുടെ ടീമേറ്റ് അവിടെ വീഴുന്ന കണ്ടിട്ട് മെല്ലെ അങ്ങ് ഇനി വെയിറ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് വണ്ടി എടുത്ത് അങ്ങ് കയറി. പക്ഷേ സാഷിനെ ഇപ്പോൾ അവന്മാർ ഞെക്കി. ഇവൻ തന്നെയാണ് സാഷിനെ ഞെക്കിയവൻ തന്നെയാണ് എൻ്റെ എനിമി. എനിക്ക് അവനെ അടിച്ചേ പറ്റൂ, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവനെ പൊക്കി കളിച്ചു. നമ്മളെ ടീമേറ്റിനെ പൊക്കിപ്പോൾ അതാ വേറൊരുത്തൻ കാറും കൊണ്ട് വരുന്നു. ഇവന്മാരുടെ ടീമാണെന്ന് അറിയില്ല. അവിടെ എന്തെങ്കിലും കറങ്ങി തിരിഞ്ഞ് വന്നു. കുറേ ഡാമേജ് കൊടുത്തപ്പോൾ ജീനിയോടെ ഏതെങ്കിലും വേറെ വരുന്നു. ഞാൻ വിചാരിച്ചു അവനായിരിക്കുന്നു, പക്ഷേ അവനല്ല. ഇവൻ കറങ്ങി എൻ്റെ മുന്നിൽ തന്നെ വന്നു. ഞാൻ നൈസായിട്ട് അവനെ അങ്ങ് അടിച്ചു. എന്തായാലും എനിക്ക് മറ്റവനെ തന്നെ വേണം. അവൻ എവിടെയാണെന്ന് ഒരു പിടിയില്ല. അപ്പോൾ അതാ അവന്മാർ പറയുന്നു ഹിൽ ടോപ്പിലുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, മെല്ലെ അങ്ങ് പുഷ് ചെയ്ത് അങ്ങ് കയറാമെന്ന് വെച്ചു. അവനെ അടിച്ചിട്ടേ ഉള്ളൂ, ബാക്കി ഇനി എന്തോന്ന്. കയറാൻ നേരം ടീമേറ്റ് പിന്നെയൊന്ന് വിളിച്ച് പറയുന്നുണ്ട് ഹിൽ ടോപ്പിൽ എവിടെയോ അവനുണ്ടെന്ന്. പക്ഷേ നമുക്ക് റിവഞ്ചല്ലേ മീൻ. ഇതായിരിക്കുന്നു പാറേൻ്റെ പിന്നിൽ കള്ളപ്പന്നി. ഇവൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതിൽ എന്തായാലും വലിയ എക്സ്പേർട്ടാണ്. എന്തായാലും അവനെങ്ങനെ ഇതൊക്കെ അടിച്ചു. ഇപ്പോൾ റിവഞ്ചങ്ങ് കംപ്ലീറ്റ് ചെറിയൊരു മനസ്സുകൊണ്ട്. എന്തായാലും താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.